നമസ്കാരം സുരേഷ് സർ. നമസ്കാരം സർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു യോഗത്തിൽ പറഞ്ഞത് നക്സലിസം അതിന്റെ ഫൈനൽ ഫേസിലാണ്, മാവോയിസ്റ്റുകളെയൊക്കെ ഗവൺമെന്റ് ഏതാണ്ട് അമർച്ച ചെയ്തു കഴിഞ്ഞു, പക്ഷേ അർബൻ നക്സലുകൾ വളരുന്നു, പ്രത്യേകിച്ച് ചില രാഷ്ട്രീയ പാർട്ടികളിൽ. രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നൊക്കെ നമുക്ക് ഊഹിക്കാൻ സാധിക്കും. പ്രധാനമന്ത്രി ഏതൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്, എങ്ങനെ നോക്കിക്കാണും? പ്രധാനമന്ത്രി സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം ഈ ഷേപ്പിംഗ് ഓഫ് നെറേറ്റീവ്സ് ഓഫ് പാർട്ടി. നമ്മൾ ഈ ചിലപ്പോൾ തോന്നുന്നു രാത്രി നടക്കുന്ന ഡിബേറ്റ്, അല്ലെങ്കിൽ ചില പ്രസ് കോൺഫറൻസ്, അല്ലെങ്കിൽ ചില ഫേസ്ബുക്ക് പോസ്റ്റ്, ട്വിറ്റർ പോസ്റ്റിനെ പറ്റിയിട്ടൊക്കെ നമ്മളൊരു ഐസൊലേഷനിലെ കാണാതെ. രാഹുൽ ഗാന്ധി പറയും ഇങ്ങനെ ഈ കാസ്റ്റ് ബേസ്ഡ് ഇതിന് റിസർവേഷൻ വേണം, അതേമാതിരി ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ല. ഇതൊക്കെ ഇങ്ങനെ ഇവർ ഓരോന്ന് പവൻ ഖേറ, ജയറാം രമേശ്, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പറയുമ്പോൾ നമ്മളതൊരു ഐസൊലേഷനിലാണ് നോക്കുന്നത്. പക്ഷെ പ്രധാനമന്ത്രി പറഞ്ഞ എങ്ങനെയല്ല, ഈ നെക്സൽസിനെ റൂറൽ ഏരിയയിൽ അടിച്ച് അമർത്തി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഓൾറെഡി അർബൻ നെക്സൽസ് എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് അറിയാമല്ലോ. കുറെ കാലമായിട്ട് മോദിജിയെ ടാർഗറ്റ് ചെയ്തൊരു ഗ്യാങ് ആണ്. ഖാൻ മാർക്കറ്റ് ഗ്യാങ് എന്ന് പറയും, ലുട്ടിയൻസ് ഗ്യാങ് എന്ന് പറയും. ഇവർ അർബൻ നെക്സൽസ് ഉണ്ട്. ഇതിൽ പ്രൊഫസർ സായിബാബ ഉണ്ടായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ, വറവറ റാവു ഉണ്ടായിരുന്നു ഇവിടെ തെലങ്കാനയിൽ നിന്ന്, അങ്ങനെ കുറെ പേരുണ്ട്. ഈവൻ അരുന്ധതി റോയ്, ഇവരൊക്കെ ഒരു അർബൻ നെക്സൽസ് ആണ് ഇവരുടെ ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജി. കാരണം ഇവരൊരു തിയറി ബിൽഡപ്പ് ചെയ്യും. പാവപ്പെട്ടവരെ അറ്റാക്ക് ചെയ്യുന്നു, ട്രൈബൽസിനെ അറ്റാക്ക് ചെയ്യുന്നു, അവരെ കൊല്ലുന്നു, അതൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണം. അപ്പൊ ഈ വോയിസസ് ഓഫ് ദിസ് അർബൻ നെക്സൽസ് ആർ നൗ ഹേർഡ് വിത്തിൻ ദ പാർട്ടീസ്. അപ്പൊ മോദിജി പറയുന്നത് ഈ നെറേറ്റീവ് പൊളിറ്റിക്കൽ പാർട്ടീസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിലേക്ക് ഈ അർബൻ നെക്സൽസ് കയറി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ആ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും, അല്പം ചില പുറത്തു വരുന്ന ആൾക്കാർ പാർട്ടിയിൽ ജോയിൻ ചെയ്ത് നെറേറ്റീവ് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ മീഡിയ സ്പെഷ്യലി ഇതിലൊരു 90% ഈ അർബൻ നെക്സൽസ് ആണ് ഉള്ളത്. അവരാണ് ഇന്ന് നെറേറ്റീവ് ഷേപ്പ് ചെയ്യണത്. നമ്മൾ അന്നും കണ്ടു, കുംഭമേളയെ പറ്റിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു സിന്ധു സൂര്യകുമാർ. അത് വലിയൊരു ഡിബേറ്റിംഗ് പോയിന്റ് ആയിട്ട് മാറി, നാഷണൽ ലെവലിലും പോയിരുന്നു അത്. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് ഓരോ കാര്യത്തിൽ വരുമ്പോഴും, മോദിജിയെ പറയുമ്പോഴും, ഗുജറാത്തിനെ പറ്റി പറയുമ്പോഴും, മണിപ്പൂരിനെ പറ്റി പറയുമ്പോൾ, അപ്പോൾ ഒരു 2017 ഒരു ഡോക്യുമെന്റ്, ഒരു ലെറ്റർ, ഒരു 2 അർബൻ നെക്സൽസ് കൂടി എക്സ്ചേഞ്ച് ചെയ്യണ ഒരു ലെറ്ററിനെ പറ്റിയിട്ടൊരു റിപ്പബ്ലിക് ചാനലിൽ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു, ഒരു സ്റ്റോറി വന്നിരുന്നു. അതിലും ക്ലിയർ ആയിട്ട് പറയുന്നത് ആയുധങ്ങൾ എവിടെ നിന്നാണ് വാങ്ങണ്ടേ. നിങ്ങളുടെ ഗസ്റ്റ് ലെക്ചറിന് വേണ്ടിയിട്ട് ഫ്രാൻസിലേക്കും ജർമ്മനിയിലേക്കും ഉപയോഗിക്കുക. അവിടെ പോയി വരുമ്പോൾ കാശ് തരും അവർ. അതേമാതിരി നിങ്ങൾക്ക് വാങ്ങാനുള്ള ആയുധങ്ങൾ, അതിൻ്റെ ഒരു മാർക്കറ്റ് ഉണ്ട്. അത് എവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങിച്ചാൽ നേപ്പാളിൽ നിന്ന് കിട്ടും, ചൈന ബോർഡറിൽ അരുണാചൽ പ്രദേശിൽ നിന്ന് കിട്ടും. അതെങ്ങനെയാണ് എത്തിക്കേണ്ടത്? അപ്പോൾ നമ്മളിത് ഛത്തീസ്ഗഡും നമ്മൾ ബസ്തറും അല്ലെങ്കിൽ ഗദ്രിചോലി മഹാരാഷ്ട്ര, ഇതൊക്കെ നമ്മൾ യൂഷ്വലി ഗസ് ചെയ്യുന്നത്. പക്ഷെ പുതിയ റൂട്ടിലേക്ക് മൂവ് തുടങ്ങി. നമുക്ക് അറിയാം, മണിപ്പൂരിൽ ഈ കലാപം തുടങ്ങിയപ്പോൾ തന്നെ എവിടുന്നാണ് ഇവർക്ക് ഈ ആയുധങ്ങളൊക്കെ കിട്ടിയത്? ഇവർ ആദ്യം പോയി ലൂട്ട് ചെയ്തത് പോലീസിന്റെയും ആർമിയുടെയും കംപ്ലീറ്റ് ഒരു ആർമറി ആയിരുന്നു. അവരെ തോക്കും മാഗസീൻ സെക്ഷൻ എന്ന് അവർ പറയാൻ, ഈ ബുള്ളറ്റും വെക്കുന്ന സൈഡിൽ, അവിടുന്നാണ് ഇവർ അടിച്ചു മാറ്റിയത്. എന്നിട്ട് ഇപ്പോൾ റീസെന്റ് ഗവർണർ റൂൾ വന്ന്, പ്രസിഡൻസ് റൂൾ വന്നപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇതൊക്കെ തിരിച്ചു വരാൻ വന്നപ്പോൾ ഓൾമോസ്റ്റ് ഒരു 70% ആയുധങ്ങൾ തിരിച്ചു വന്നു. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടു പിന്നെയും വയലൻസ് തുടങ്ങി. അത് സ്പെഷ്യലി കുക്കി ഏരിയാസ്. കുക്കിക്കാർ പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യൻ ആർമിയെ അലൗ ചെയ്യില്ല, ഇന്ത്യൻ ആർമിയുടെ വെഹിക്കിൾസ് അലൗ ചെയ്യില്ല, സിവിൽ വെഹിക്കിൾസ് ഞങ്ങളുടെ ഏരിയയിലേക്ക് അല്ല. അതിനർത്ഥം അവർക്ക് അവരെ ഏരിയ ചെക്ക് ചെയ്യാൻ സമ്മതിക്കരുത് എന്നുള്ളതാണ്. ഈ ആയുധങ്ങൾ എത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ഒരു തിയറി ബിൽഡപ്പ് ചെയ്യണത്, മണിപ്പൂരിൽ നടന്ന കലാപം, മോദി എന്തൊരു മണിപ്പൂരിൽ പോയില്ല. അപ്പൊ ഈ നക്സൽസിന്റെ തിയറിയിലും ഉണ്ട് അർബൻ നക്സൽസ്. 2010 നമുക്കറിയാം, ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന്റെ വിദ്യാചരൺ ശുക്ലയും ബാക്കി എല്ലാ നേതാക്കളും ഒറ്റയടിക്ക് നക്സൽസൊക്കെ ഫിനിഷ് ചെയ്തിരുന്നു. ഒരു വലിയൊരു അറ്റാക്ക് ആയിരുന്നു ഒരു കോൺവോയിന്റെ മേലെ. അന്നെല്ലാം ഇപ്പൊ അജിത് ജോഗി മാത്രമല്ല രക്ഷപ്പെട്ടു, ബാക്കി എല്ലാ സീനിയർ നേതാക്കളും അതിൽ കൊല്ലപ്പെട്ടു. അപ്പൊ അർബൻ നക്സൽസ് പറഞ്ഞാൽ നമുക്ക് ഇതേമാതിരി ഇനി BJPയുടെ നേരെ ഒരു ആക്രമണം ഉണ്ടാക്കണം. അത് ഛത്തീസ്ഗഡിൽ വെച്ചായിരിക്കോ, മോദി മണിപ്പൂരിലെത്തുമ്പോൾ ഉള്ള പ്ലാൻ ആയിരിക്കോ, നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത് അതിനെപ്പറ്റിയൊരു ഇന്റർണൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ട് വരുന്ന പറയുന്നത്. ഇപ്പോൾ നെക്സലിസം എന്ന് പറയുന്നത് ഫൈനൽ ഫേസിലെത്തിയെന്ന് മോദിജിയും പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട്. ഈ അഫക്റ്റഡ് ഡിസ്ട്രിക്ട് നമുക്കറിയാം, 100 ഡിസ്ട്രിക്ട് ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പം അത് 24 ചുരുങ്ങി. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു ഗവർണൻസ്, ഇപ്പൊ നമ്മൾ കണ്ട് ബസ്തറിൽ കുറെ വില്ലേജസ്, കുറെ ഗ്രാമങ്ങൾ ഓൾമോസ്റ്റ് 60 കൊല്ലമായിട്ട് പോലീസുകാരല്ല, ഒരു വണ്ടി മോൾക്ക് പോകാൻ പറ്റില്ല, സിവിലിയൻ വണ്ടി, ഒരു ബസ് മോൾക്ക് പോകാൻ പറ്റില്ല. അവിടെയൊക്കെ ഇപ്പോൾ ബസ്സുകൾ പോയി തുടങ്ങി, അവിടെ സ്കൂളുകൾ തുടങ്ങി. പക്ഷെ ഈ അർബൻ നെക്സൽസ് റൂറൽ ഏരിയ എന്ന് മാറി ഇപ്പം നമ്മുടെ മാതിരി കൊച്ചി ആവട്ടെ, തിരുവനന്തപുരത്താവട്ടെ, ചില മീഡിയ, ചിലതല്ല മിക്ക മീഡിയക്കാരും ഇതിൻ്റെ ഒരു ക്രസ്പിലുള്ള മോദിക്ക് ഗവൺമെന്റിനെ അറിയാതെ, ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയാം. ഇപ്പൊ നമ്മൾ SDP-യുടെ സ്റ്റോറി കണ്ടിരുന്നത്, SDP-കാരെങ്ങനെയാണ് ഇതിന്റെ കയറി വരുന്നത്, SDP-കാരെങ്ങനെയാണ് ഇവരുടെ ഒരു നരേറ്റീവ്.
പെഡലിയൻ എന്ന പറ്റി PFIൻ്റെ കാര്യം നമുക്കറിയാം. അപ്പോൾ ഞാനിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന തെലങ്കാനയിലായിരുന്നു ഇതിൻ്റെ ഒറിജിനൽ ഈ പറഞ്ഞ തോട്ട് പ്രോസസ്സ്. ഗദ്ദർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു പാട്ടുകാരനൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരത്താണ് താമസിക്കുന്നത്. ഇപ്പം ഇല്ല, അങ്ങനെ മരിച്ചു ഇപ്പോൾ. പക്ഷേ വരവർ റാവു ഉണ്ടായിരുന്നു. വരവർ റാവു ഇസ് ഓൾസോ പാസ്റ്റ് അവേ. സായിബാബ ഇസ് പാസ്റ്റ് അവേ. അപ്പോൾ ഒരു ആ ജനറേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ജനറേഷൻ അർബൻ നെക്സൽസ് ഒക്കെ ഈ ഓത്തേഴ്സ് ഒക്കെയാണ്. അരുന്ധതി റോയ് ഇങ്ങനത്തെ ആൾക്കാർ വന്നിട്ടാണ് ഇവിടെ വന്ന് ഓരോ കുഴപ്പങ്ങൾ. നമുക്കറിയാം മേധാ പാട്കറിനെയും നമ്മൾ അർബൻ നെക്സൽ ഗ്രൂപ്പിൽ ചേർക്കുന്നു. ഇപ്പോൾ സർദാർ സരോവർ പ്രോജക്റ്റിനെ അവർ ഒപ്പോസ് ചെയ്തത് ആ കാരണം വെച്ചായിരുന്നു. ഇപ്പോൾ അടുത്ത തന്നെ ഹൈദരാബാദ് വന്നപ്പോൾ ഇവിടെ ഒരു കുഴപ്പമുണ്ടാക്കാൻ നോക്കി. ഒരു ഏരിയയിൽ പോയിട്ട് അവർ ചില മീറ്റിംഗ് നടത്തി ഓൾഡ് സിറ്റിയിൽ. അത് പോലീസുകാർ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ആൾക്കാർ, ലീഡേഴ്സ്, ഡൽഹിയിൽ നിന്ന് വന്ന ലീഡേഴ്സ്, മീനാക്ഷി, അവരൊക്കെ വന്ന് ഇല്ല അത് പറ്റില്ല, അവരെ അലോ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കണക്ഷൻ അവിടെ തന്നെ അറിയാം. മേധാ പാട്കറിനെ സപ്പോർട്ട് ചെയ്യണത് കോൺഗ്രസ് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി അതിനൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡീപ്പ് റൂട്ടഡ് കണക്ഷനെ ഡിസ്മാൻറ്റിൽ ചെയ്യണമെന്നാണ് പ്രധാനമന്ത്രി മോദി ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. നമുക്ക് അമിത്ഷാ, ബാക്കിയുള്ള ഹോം മിനിസ്ട്രിയിലെ ഒഫീഷ്യൽസും NIAയും ഈവൻ റിസർച്ച് അനാലിസിസ് വിങ്ങൾക്ക് കുറേ ഫണ്ടിങ് പുറത്തുനിന്നാണ് വരുന്നത്. ഈ പറഞ്ഞ ഗസ്റ്റ് ലെക്ചേഴ്സിന് വിളിക്കും, അവരെ ഫ്ലൈറ്റ് ചാർജ് കൊടുക്കും, 5 സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിക്കും, അവർ ആ നാട് മുഴുവൻ ചുറ്റിക്കും. ഇപ്പോൾ ജർമ്മനി ആയാലും ഫ്രാൻസ് ആയാലും പോളണ്ട് ആയാലും ഇവിടെയൊക്കെ പോയിട്ട് അവസാനം തിരിച്ചു വരുമ്പോൾ അവർക്ക് കുറേ കാശും കൊടുക്കും. കൂടെ കൊണ്ടുവരുന്നല്ല, അവർക്കുള്ള റൂട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് അവരവിടെ നരേറ്റീവ് സെറ്റ് ചെയ്യും. അവിടുത്തെ ജേർണലിസ്റ്റുമാർക്ക് കാശ് കൊടുക്കുക. നമ്മൾ കണ്ടു USA ഇങ്ങനെ ചെയ്തിരുന്നതൊക്കെ. അവർക്കൊരു മാസാമാസമായ ഒരു പാക്കറ്റ് പോകും അവർക്ക്. പക്ഷെ അവർ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പാവപ്പെട്ടവരെ ആക്രമിക്കുന്നു, അതാണ് നടക്കുന്നത്. ഛത്തീസ്ഗഡിൽ ഇതാണ്, ഈ നക്സൽസ് കൊന്ന നക്സൽസ് അല്ല, അത് പാവപ്പെട്ടവരായിരുന്നു, അവരെ പോലീസുകാർ എൻകൗണ്ടറിൽ കൊന്നാണെന്നിട്ട് കുറേ കഥകൾ പറയും. ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിരുന്നു, അട്ടപ്പാടി ആ സ്ഥലത്തൊക്കെ ഒരു എൻകൗണ്ടർ നടക്കുമ്പോൾ ഇവർ ഓരോ കഥകൾ പറയും. അവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സ് ആൾക്കാരുണ്ടല്ലോ, അവരപ്പോൾ പൊങ്ങി വരിക അവർ സഡൻ. പക്ഷെ ഇവർക്ക് കിട്ടുന്ന ഫണ്ടിങ്, ഇവരെങ്ങനെയാണ് ഇവരുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണതിനെ പറ്റിയിട്ടുള്ളതാണ് ഇപ്പോൾ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്നത്. കാശാണ് ഇതിൻ്റെ മെയിൻ റൂട്ട്. അപ്പോൾ ഈ റൂട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കറിയാം ഈ കാശ് എവിടുന്നാണ് വരുന്നത്. ആദ്യം ഇതൊക്കെ NGOൻ്റെ ത്രൂ ആ റൂട്ട് ചെയ്തിരുന്നത്. നമുക്കറിയാം, ഒരു NGO സ്ഥാപിക്കും, റൂറൽ പോവർട്ടി അലിവിയേഷൻ എന്നുണ്ട്. അവർക്ക് സഡനിലൊരു $2 ലക്ഷം വന്ന് വീഴും അവരുടെ അക്കൗണ്ടിൽ. പക്ഷെ ഇത് റൂട്ട് ചെയ്യണത് FCRA അക്കൗണ്ടിൽ കൂടെയാണ്. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോറിൻ കറൻസി വാങ്ങാൻ പറ്റില്ല. അപ്പോൾ NGOക്കാർ FCRA അക്കൗണ്ടിൽ കൂടെ വരും. അപ്പോൾ ഗവൺമെൻറ്റിന് അറിയാം ഈ കാശ് വന്നു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. ഇവർ ചെയ്യില്ല. അതാണ് നമ്മൾ കണ്ടു. മോദി ഗവൺമെൻറ് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 2 ലക്ഷം NGOനെ അടച്ചിട്ട് വരും. ഇവർക്ക് ഒക്കെ ഫേക്ക് ആയിരുന്നു എല്ലാം. ഇതൊക്കെ ഒരു ഫ്രണ്ട് ആയിരുന്നു. ചിലത് റിലീജിയസ് കൺവേർഷനാണ്, മതം മാറ്റി നടത്താനുള്ള പരിപാടി. ചിലത് ലവ് ജിഹാദ് നടത്താൻ, ലാൻഡ് ജിഹാദ് നടത്താൻ. ലാൻഡ് ജിഹാദിന് കാശ് കുറേ വേണ്ട, സ്ഥലം വാങ്ങാൻ വേണ്ടി. അങ്ങനെ കുറേ നമ്മൾ സമ്പലിൽ കണ്ടു. ഇപ്പോൾ കുറേ ഹിന്ദു ഫാമിലീസ് അവിടെ നിന്ന് സമ്പൽ വിട്ട് പോവുകയാണ്. ബിക്കോസ് അവർ ലാൻഡ് ജിഹാദ് തുടങ്ങി, അവർ ലാൻഡ് വാങ്ങിച്ചു തുടങ്ങി, ഇവർ ചുറ്റുള്ള സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചു തുടങ്ങി. അത് നമ്മൾ കേരളത്തിലും കണ്ടിട്ടുണ്ട്. കുറേ സ്ഥലത്ത് ഒരു കമ്മ്യൂണിറ്റിക്കാർ വന്ന ഒരു ഏരിയയിൽ സ്ഥലങ്ങൾ മൊത്തം വാങ്ങിച്ചെടുക്കും, വീടുകളെല്ലാം. അത് കഴിയുമ്പോൾ അവിടെ നിന്നുള്ള ഹിന്ദുക്കളോ അവരൊക്കെ അവിടെ വീട് വിട്ട്, അവിടെ പറ്റുന്ന കാശിന് വീട് വിറ്റ് അവർ പോകും. ഒരു അർബൻ നെക്സൽ കോൺസെപ്റ്റ് ഈ പറഞ്ഞ മാതിരി പണ്ട് യൂണിവേഴ്സിറ്റീസിലായി. നമുക്ക് JNUവിൽ അറിയാം, ലക്ഷ്മി, ജാദവ്പൂർ യൂണിവേഴ്സിറ്റി, ഇവിടെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, എവിടെയൊക്കെയായിരുന്നു ഇതിൻ്റെ അർബൻ നെക്സൽ ഗ്യാങ്. പക്ഷേ ഇപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ഫോം വന്നു തുടങ്ങി. അതാണ് ഇപ്പോൾ ഗവൺമെൻറ് ടാക്കിൾ ചെയ്യുന്നത്. ഈ ബുദ്ധിജീവികളെ ഒക്കെ ഉപയോഗിച്ചു. അപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ചില ബോളിവുഡ് സെലിബ്രിറ്റീസും ഒരിടയ്ക്ക് ഈ പ്രത്യേകിച്ച് JNU പ്രൊട്ടസ്റ്റ് ഒക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ഈ ഒരു പരിധി വരെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. അതാണ് നമ്മുടെ BJP ഗവൺമെന്റ് 3ാം ടേമും അത് തന്നെയാണ്. പ്രത്യേകിച്ച് BJPയിലെ ഡൽഹി ഇലക്ഷൻ വിജയിച്ചതൊക്കെ അതിന്റെ ഒരു ഫലമായിട്ടാണ്. എങ്കിലും കുറെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ യൂത്തിനെ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു വഴി തെറ്റിക്കാൻ ഈ അർബൻ നക്സലുകൾക്ക് സാധിക്കുന്നുണ്ടോ, എഴുത്തുകളിലൂടെയും മറ്റും? സാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആകെ ഒരു കാര്യത്തിൽ പിണറായി വിജയനും നരേന്ദ്രമോദിയും ഒറ്റ പേജിലാണ്. നമുക്കറിയാം, എൻകൗണ്ടർ നടന്നാലും അത് അട്ടപ്പാടിയിലായാലും വേറെ എവിടെയെങ്കിലും ഫോറസ്റ്റ് ഏരിയയിലാവുമ്പോഴും അവിടുത്തെ കേരള ഗവൺമെൻറ് ഇതേ സ്റ്റാൻഡാണ് എടുക്കുന്നത്. ബിക്കോസ് നെക്സലിസം കേരളത്തിലേക്ക് വരാൻ പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. എൻ്റെ അടുത്ത് പണ്ട് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്. ഞാനിപ്പോൾ പഠിച്ചതെല്ലാം ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലാണ്. ഉസ്മാനിയാണ് നെക്സലിസത്തിൻ്റെ ഒരു ബെഡ് റോക്ക്. ഇപ്പോഴത്തെ ഒരു കമാൻഡർ, അവരുടെ സീനിയർ മോസ്റ്റ് കമാൻഡേഴ്സ് ഒക്കെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ഉസ്മാനിയ അല്ലെങ്കിൽ കാക്കത്തിയ യൂണിവേഴ്സിറ്റി. നെക്സലിസത്തിൻ്റെ ടോപ്പ് CPIM ആയാലും ഈ പറഞ്ഞ മാതിരി അവരുടെ ടോപ്പ് മോസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ഗ്രൂപ്പൊക്കെ തെലങ്കാനയിൽ നിന്നുള്ള കാഡേഴ്സാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ എൻകൗണ്ടർ നടക്കുമ്പോൾ കാണാം കുറേ തെലുങ്ക് പേരുകൾ കേൾക്കാൻ. അതാണ് അതിൻ്റെ കാരണം. പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, എഞ്ചിനീയർമാരും, ഇങ്ങനെ നല്ല എഡ്യൂക്കേഷൻ കിട്ടിയ ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ ഈ ചെറുപ്പത്തിൽ തന്നെ അവർ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ ക്ലാസ് എനിമി, ബൂർഷ്വ, ഈ തലയിൽ കയറ്റി ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് വിടുകയാണ്.
ഇതൊക്കെയാണ് നമ്മൾ JNUവിലും കണ്ടത്. ഭാരത് തേരെ ടുക്കടെ ഹോങ്കെ ഇൻഷാല്ല ഇൻഷാല്ല എന്ന് പറഞ്ഞ പാർട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ കണ്ടിരുന്നു ഒരു കാലത്ത് ദീപിക പടുക്കോൺ പോയി അവിടെ പ്രൊട്ടസ്റ്റ് ഒക്കെ അതെ. നടത്തിയത്. പിന്നെ അവർക്ക് മനസ്സിലായി ഇത് ഗവൺമെന്റ് സീരിയസ് ആയിട്ട് എടുക്കുന്നത് കണ്ടപ്പോൾ അവരതൊന്ന് മാറി. ഇപ്പോൾ ദീപിക പടുക്കോൺ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പോയി പ്രധാനമന്ത്രിയെ കാണുക, അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഒരു ഇല്ലീഗൽ ഫണ്ടിങ് റൂട്ട് അതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോൾ നാട്ടിൽ നമ്മൾ കണ്ടു മോപ്പുലർ റെവല്യൂഷൻ്റെ ഒരു പ്രൊസഷൻ എടുക്കുക, അല്ലെങ്കിൽ വേറെ ക്രിസ്ത്യൻ ഗ്രൂപ്പ്സിന് നേരെ ത്രെറ്റ് എടുക്കുക, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓരോ പ്രൊസഷൻ എടുത്ത് അവർ ഓരോന്ന് മുദ്രാവാക്യം വിളിച്ച് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഈ അർബൻ നെക്സൽസിൻ്റെ കാര്യത്തിൽ വേറൊരു കാഴ്ചപ്പാടാണ് ഗവൺമെൻറ്റിനുള്ളത്. ഇനി അവരെ തുടച്ചു മാറ്റണം എന്നുള്ളതാണ് ഗവൺമെൻറ് ഒരു സ്ട്രാറ്റജി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറയേണ്ടത്, നമ്മുടെ കേരളത്തിലെ അച്ഛനമ്മമാരുടെ അടുത്ത് നിങ്ങളുടെ കുട്ടികൾ കോളേജിൽ പോകുന്നുണ്ട്, പക്ഷെ അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കണം. ബിക്കോസ് നമ്മൾ ഈ മയക്കുമരുന്നിൻ്റെ കാര്യം ഇതൊക്കെയാണ് കേരളത്തിൽ ഇപ്പോൾ എല്ലാ ചാനലിലും ഡിബേറ്റ് നടക്കുന്നത്. ബിക്കോസ് ന്യൂസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് TG സാറ് പറയണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ ന്യൂസ് കാണാറില്ല, ബിക്കോസ് ന്യൂസ് തുറന്നു കഴിഞ്ഞാൽ കൊലപാതകം, മയക്കുമരുന്ന്, ഇതേ ഉള്ളൂ ന്യൂസിൽ മൊത്തം മലയാളം ന്യൂസ് ചാനലിൽ. പക്ഷേ കേരളം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലെത്തി. പക്ഷെ അവിടുന്ന് നെക്സ്റ്റ് വരാൻ പോകുന്നത് ഈ പ്രോബ്ലമാണ്. പിന്നെ കേരളത്തിൽ പുറത്ത് വന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്, JNUവിൽ പോയിട്ടായാലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ പോയാലും. നമുക്കറിയാം രോഹിത് വെമിലയുടെ കേസ് വന്നപ്പോൾ അവിടെ ഹൈദരാബാദ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത കുറേ മലയാളി സ്റ്റുഡൻസിന് നേരെയായിരുന്നു. അവരവിടെ കുറേ കുഴപ്പമുണ്ടാക്കി അവിടെ വന്നിട്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, പൊളിറ്റിക്കൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും നെക്സൽസ് എന്ന് പറയുമ്പോൾ പോലീസ് ഒറ്റ ഒപ്പീനിയനാണ് അവർക്കുള്ളത്, അവരൊറ്റ സ്ട്രാറ്റജിയാണ്, ഇവരെങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം എന്നുള്ളത്. അങ്ങനെയാണ് തെലങ്കാനയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ നെക്സൽസിനെ അവർ തുടച്ച് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. അവിടുത്തെ ഇപ്പോൾ നെക്സൽസ് ഒന്നുമില്ല തെലങ്കാനയിൽ. പക്ഷേ ഈ പറഞ്ഞ മാതിരി എനിക്ക് പറയാനുള്ള അത്രയേ ഉള്ളൂ, നിങ്ങളുടെ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ പഠിക്കാനാണ് പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ തന്നെ കണ്ടു, കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ഫണ്ടിങ് ഇന്നലെ $450 മില്യൺ പ്രസിഡന്റ് ട്രംപ് കട്ട് ചെയ്ത് കളഞ്ഞു. ബിക്കോസ് ഈ ഹമാസിന്റെ നേരെയും പ്രൊട്ടസ്റ്റ്. അത് മാത്രമല്ല, ലക്ഷ്മിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ടാവും, ഇനി US വിസ അപ്ലൈ ചെയ്യുമ്പോൾ ആണെങ്കിൽ US വിസ അപ്ലൈ ചെയ്യും സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ആരാണ് അവർ അപ്ലൈ ചെയ്യുന്ന വിസയ്ക്ക് വേണ്ടിയിട്ട്, പഠിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ടൂറിസത്തിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു വേറെ എന്തെങ്കിലും പണിക്ക് വേണ്ടിയിട്ട് അവിടെ പോവുകയാണെങ്കിൽ H1Bക്ക് അപ്ലൈ ആണെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ സബ്മിറ്റ് ചെയ്യണം ഇതിനകത്ത്. അപ്പോൾ ഗവൺമെൻറ്, അവിടുത്തെ US ഗവൺമെൻറ്റിന് മനസ്സിലാവും ഇവർ എങ്ങനത്തെ കാഴ്ചപ്പാടുകാരാണ്. ഇവർ ഈ പറഞ്ഞ മാതിരി ജിഹാദി ഫിലോസഫി ആണോ, ഇവർക്ക് കമ്മ്യൂണിസ്റ്റ് ഫിലോസഫി ആണോ, ഈ അർബൻ നെക്സൽസ് ആണെങ്കിൽ അവർക്ക് വിസ കൊടുക്കില്ല. ഇൻഫാക്ട് അവിടെയുള്ള ആൾക്കാരെ തിരിച്ചു പറഞ്ഞയക്കുകയാണ് ഇപ്പോൾ US. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റും അതേ സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ഈ കണ്ടിട്ട് നമ്മുടെ കർഷക സമരം, ഷഹീൻ ബാഗ്, ഇതൊക്കെയാണ് എൻ്റെ ഒരു ഫിലോസഫി. ഇവർ അർബൻ നെക്സൽസ് ഇതിനെ മാനേജ് ചെയ്യണത് മൊത്തം ഇവരാണ്. മുമ്പിൽ കുറേ സ്ത്രീകളും കുട്ടികളും നിർത്തി അല്ലെങ്കിൽ കർഷകരെ നിർത്തി ഇവർ നടത്തുന്ന ഒരു ഡ്രാമയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.